നമസ്കാരം. ഞാനിപ്പോൾ കായംകുളത്തിനടുത്ത് പുല്ലുകുളങ്ങര കൊല്ലകൽ തപോവനം എന്ന് പറഞ്ഞ വീട്ടിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ 3 തലമുറയായി ഇവരെല്ലാവരും ഒരേപോലെ ചെടികളിൽ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നട്ടുപിടിച്ച ചെടികളാണ്. ഞാൻ തന്നെ 4 തലമുറയായി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഇവിടെയുള്ള മരങ്ങൾ മുഴുവൻ കാണണമെങ്കിൽ ഇനി ഒരു 10 പ്രാവശ്യം കൂടെ വന്നാലും കണ്ടു തീരില്ല. കാരണം ഓരോ തവണ വരുമ്പോഴും ഇപ്പോൾ കഴിഞ്ഞ തവണ കാണാഞ്ഞ കുറേ മരങ്ങൾ ഇപ്പോൾ പൂത്ത് നിൽക്കുന്നു. അപ്പോൾ വീടിന് ചുറ്റും, അതായത് നമ്മളുടെ എല്ലാം പേടി വീടിന് ചുറ്റും മരം വെച്ചാൽ പാമ്പ് വരുമോ നമ്മളെ ആക്രമിക്കുമോ എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ വീടിന് ചുറ്റും മരങ്ങളാണ്. അത് ഒരുമാതിരി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന മരങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പക്ഷികളും ഇതുമെല്ലാം ആയിട്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ വരുമ്പോൾ പക്ഷിയുടെ ഒരു ബഹളമായിരുന്നു, കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ബോട്ടണി പഠിക്കുന്ന ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾക്കിതൊരു ലാബറട്ടറിയാണ്. ഒരു മാസം താമസിച്ചാലും പഠിച്ചു തീരുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കുട്ടികളൊക്കെ തന്നെ ബോട്ടണിയാണ് എടുക്കുന്നതെന്ന് അല്ലേ? അതെ. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം നമുക്ക് എന്താണെന്നൊന്ന് ചോദിക്കാം. അമ്മ ഒന്ന് പറയാമോ, അമ്മ ഇതെങ്ങനെയാണ് ഇതിലോട്ട് വന്നതെന്ന്? എൻ്റെ മൂത്തത് 7 ആങ്ങളമാരായിരുന്നു. അങ്ങനെ 7 ആങ്ങളമാർക്ക് ഏറ്റവും ഇളയതായിട്ടുള്ള ഒരു കൊച്ചുമകളാണ് ഞാൻ. ഇപ്പോൾ ആങ്ങളമാരെല്ലാം പോയി ഞാനേ ഉള്ളൂ. എനിക്കും വയസ്സ് 87ആയി. അത് കൊച്ചിലെ. അപ്പോൾ ഇതിനകത്തൊരു ഇമ്പം എന്ന് പറഞ്ഞാൽ അന്ന് ഈ എണ്ണ വെളിച്ചെണ്ണ കുഴമ്പയൊക്കെ വീടുകളിൽ കാച്ചുന്ന ഒരു കാലമാണ്. അന്ന് അതെങ്കിലും അതിന് ഉള്ള മരുന്നെടുക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയും ഇതിൻ്റെ തൈ ഒടിഞ്ഞ് കൊണ്ടുവരാം, കട്ടറാവശ്യം പോകണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു മുല്ലയോ റോസോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പറയും, ഇത് നീ നോക്കിക്കോണം, നിനക്ക് പൂവെക്കാനുള്ളതാണ്. അങ്ങനെ ഒരു ഇതിനകത്തുള്ള ഒരു വാസന എൻ്റെ അച്ഛൻ തന്നെ എനിക്ക് കുഞ്ഞിലെ തന്നിട്ടുണ്ട്. പിന്നെ ആങ്ങളമാരാണേലും കൊണ്ടുവന്നാൽ ഞാനൊരൊറ്റ പെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഏറ്റവും ഇളയതുമാണ്. അപ്പം ഞാനേ ഉള്ളൂ താനും. അങ്ങനെ അന്ന് കൊച്ചിലേ തൊട്ടതുകൊണ്ട് ഇതെല്ലാം നടാനും ഇതിനകത്ത് നമ്മൾ നട്ട ഒരു പൂച്ചെടിയാണേലും ഒരു വെണ്ട ആയാലും മുളകായാലും നമ്മൾ നട്ടത്തേലൊരു പൂവോ അല്ലെങ്കിൽ ഒരു കായോ ഉണ്ടായി കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് ചെയ്തവർക്കേ അറിയാനൊക്കത്തുള്ളൂ, അല്ലാതെ അത് പറയാനൊക്കത്തില്ല. അങ്ങനെ ഒരു ഇമ്പം കൊച്ചിലേ ഉണ്ട്. പിന്നെ എനിക്കൊരു 42 വർഷത്തിന് മുമ്പ് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഓണാട്ടുകര എന്ന് പറയുന്നത് കൃഷി ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ കളവെന്നാണ്, അന്ന് കച്ചിയൊക്കെ വിരിക്കാനുള്ള കളങ്ങളാണ്. അപ്പോൾ അന്ന് നടുക്കൊന്നും നടത്തില്ല, അരുവിനെ നടത്തുള്ളൂ, കച്ചി വിരിക്കേണ്ടതല്ലേ, അല്ല അരുവിനുള്ള വൃക്ഷങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഈ കാർ ആക്സിഡൻറ്റ് വന്നപ്പോൾ തന്നെ വരുന്നതിന് ഇച്ചിരി മുമ്പേ തന്നെ ഈ കൃഷിയെല്ലാം നശിച്ചല്ലോ. അപ്പോൾ ഈ കളങ്ങളെല്ലാം വെറുതെ കിടന്നു. ഒരു 2 വർഷം ഞാൻ നടക്കാനൊന്നും വയ്യാതെ ഇവിടെ ഇരുന്നു. അപ്പോൾ സത്യം പറയണമെങ്കിൽ ഞങ്ങളുടെ ഈ വെച്ചാരാധനയാണ് എനിക്കൊരു മനസ്സ് തന്നത്. നീ ഇങ്ങനെ ഇരുന്നാൽ അങ്ങ് ഇരിക്കുമല്ലോ, നീ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടരുതോ, ചുമ്മാ കിടക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അടുക്കുന്ന, അതാണ് അവിടെ ആദ്യം കാടായത്. അവരുടെ അടുക്കുന്ന ഓരോന്ന് നട്ടു, കൊച്ചു ബക്കറ്റിനകത്ത് ചെറിയ പൈപ്പ് ഇതിൻ്റെ വെള്ളം ഒഴിച്ചു. പക്ഷെ അത് പിടിച്ചു. അത് പിടിച്ച് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല. ഇവിടുത്തെ മണ്ണ് ഇച്ചിരി വ്യത്യാസമുണ്ട്. മണ്ണ് പൊതുവേ അതെ, എനിക്ക് ഡൽഹിയിൽ അവാർഡ് കിട്ടിയത് തന്നെ ഈ മണ്ണിൽ, ഈ ചുരുമണലിൽ ഇത് വെച്ച് പിടിപ്പിച്ചെന്നുള്ളത് ആണ് ആദ്യത്തെ ഇത് എനിക്ക് കിട്ടാനുള്ള കാര്യം തന്നെ. അപ്പോൾ അങ്ങനെ അത് ഓരോന്ന് പിടിച്ച് വന്നപ്പോൾ നമുക്ക് മാനസികമായിട്ട് സന്തോഷമായി. ഞാൻ നടക്കാനും പഠിച്ചു. ഇതിങ്ങനെ വനമാവണമെന്ന് ഉദ്ദേശിച്ചില്ലെങ്കിലും കൈ നട്ട് നനച്ച് വളർത്തി ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന് ഒരു വനം ഉണ്ടാക്കി കൊടുത്തു. കേരളത്തെ വനമില്ലാത്ത ജില്ലയിലെ ആലപ്പുഴ മാത്രമേ വനമായിട്ടുള്ളൂ. അങ്ങനെ ഒരു വനം ഉണ്ടാക്കി കൊടുത്തു. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തോ ഭൂമിദേവിയെ സേവിച്ചതിൻ്റെ ഫലം അമ്മ എനിക്ക് തരുന്നു. അങ്ങനെയാണ് അമ്മേനെ കാണുന്നത്. ഇപ്പൊ ഇവിടെ എത്ര ചെടി കാണുമെന്നുള്ളതിനുള്ള കണക്കുണ്ടോ? ഒരു കണക്കും ഇല്ലല്ലേ? കണക്കില്ല. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് തന്നെ ഇവിടെ ഒരു 100 സ്പീഷീസ് ഈ മുറ്റത്ത് തന്നെ കണ്ടു. അങ്ങോട്ട് ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഭൂമി തരുന്ന ഓരോ പുല്ലും നമുക്ക് ഔഷധമാണ്. നമ്മളത് അറിയുന്നില്ല, അറിയാത്തതിനെ കളയെന്ന് പറയുന്നു. അത് നാളെ ആയിരിക്കും അതിനെ പറ്റി വെളിച്ചു പറിച്ച് കിടന്ന കമ്മ്യൂണിസ്റ്റ് തന്നെ ചിക്കൻ കുനിയ വന്നപ്പോൾ ഔഷധമായില്ലേ. അങ്ങനെ ഓരോന്നും വസ്തുതയും ഭൂമിദേവി നമുക്ക് തന്നിരിക്കുന്ന ഓരോ വലിയ മുത്തങ്ങ, അതിൻ്റെ കിഴങ്ങ് പാല് കാച്ചി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ. പിന്നെ എണ്ണ, പണ്ടാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ കിഴങ്ങും പുളിയുടെ നരമ്പും കൂടിയിട്ട് എണ്ണ കാച്ചി അമ്മ പറയും രാഷ്ട്രപതി എണ്ണയുടെ ഗുണമാണ്. അതാണ് പുളിയുടെ നരമ്പ്. തോടിന്റെ അല്ലല്ല ഇലയുടെ നരമ്പ്. നല്ല മുളകും ഇതും കൂടിയിട്ട് എണ്ണ കാച്ചിയ രാഷ്ട്രപതി എണ്ണയുടെ ഇതെന്നാന്ന് പറഞ്ഞ് കാച്ചു. അങ്ങനെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓരോന്നും നമുക്ക് പ്രയോജനമുള്ളതാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇവിടെ തന്നെ വന്ന് ഓരോന്ന് ചോദിക്കുമ്പം ഉണ്ടോയെന്ന് നോക്കാൻ അങ്ങനെ അവർ കണ്ടുപിടിച്ചാണ് പറയുന്നത്. നമ്മൾ ഇന്നതെന്ന് വെച്ചല്ല വെച്ച് പിടിപ്പിക്കുന്നത്. കാണുന്നത് എന്തോ ആയാലും അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നോക്കാറില്ല. വെച്ച് പിടിപ്പിക്കും, കുറേയൊക്കെ പിടിക്കും. കുറച്ചിപ്പോൾ ആണെങ്കിൽ അപൂർവമായുള്ള ഈ വെള്ളപ്പൊക്കത്തിന് പോയിട്ടുണ്ട്. കൃഷ്ണാലെന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. അതിൻ്റെ ആ ഇല മുഴുവൻ കുമ്പിള് കുത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്നു.
പിന്നെ അതിപ്പോ ഇല്ലേ? ഇല്ലില്ല, പോയി. ഞാൻ കൊണ്ടുതരാം, അടുത്ത തവണ ഞാൻ വരുമ്പോൾ കൊണ്ട്. വെള്ളപ്പൊക്കത്തിന് പോയി. അതെ, അങ്ങനെ ഓരോ അപൂർവങ്ങളായിട്ടുള്ളത് ചിലതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴും ഈ വെള്ളം കെട്ടിയാലേ, എനിക്ക് നിങ്ങൾ വടക്കായം കണ്ടപ്പോൾ കർണാടക അവിടെ ഒരു തോടായിരുന്നു, അങ്ങോട്ട് വെള്ളം ഒഴുകുന്നത്. പിന്നെ തെക്കോട്ടൊക്കെ ഉണ്ട്, എങ്ങും ഒഴുകാനില്ലല്ലോ, എല്ലടോ നികത്തിയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ തന്നെ കെട്ടി നിൽക്കുക, കെട്ടി നിന്നിട്ട് ഇതിൻ്റെ വേറെ ഏതെങ്കിലും തരത്തിൽ വെക്കേണ്ടതാണ് വേരടി. ഒരു ചെറുകൂളയ്ക്ക് പോലും വേണ്ട, ഒരു ചുണ്ടക്കായ്ക്ക് പോലും മാവേലിക്കരയ്ക്ക് അമ്പലത്തിന് ഓട്ടയിലാണ് ആൾ വരുന്നത്. ഞാൻ ഈ ചുണ്ടങ്ങ കണ്ടു. ഇപ്പൊ ഈ ദശമൂലാഷ്ടം ഉണ്ടാക്കാൻ എടുക്കുന്നല്ലേ ഇതിന്റെ പേര്? പിന്നെ അല്ലാതെ അമ്പലത്തിന് പൂജക്ക് എടുക്കും, പുണ്യാഹത്തിനായിട്ട് എന്റെ കൂടെ വന്ന ഭദ്ര അതിനെടുക്കും. പിന്നെ നമ്മൾ ഈ മരണത്തിന് അതിനെടുക്കും. കുറെ അവാർഡുകൾ കിട്ടിയില്ലേ? ഇപ്പൊ ഈ അവാർഡ് കിട്ടിയതൊരു സന്തോഷമുണ്ട് അല്ലേ? ഏറ്റവും സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞതിലോട്ട് വെറും ഒരു വീട്ടമ്മയാണ്. എൻ്റെ ഭർത്താവിനും 5 മക്കൾക്കും അവർക്ക് ഇഷ്ടാനുസരണമുള്ള ആഹാരം വെച്ച് കൊടുത്ത് ഒരു വീട്ടമ്മയായിട്ട് കഴിഞ്ഞു. ആ ഒരു ഞാൻ ഡൽഹിയിലെ പാനും പ്രധാനമന്ത്രിയെ കാണാനും പ്രസിഡന്റിനെ കാണാനും അവർ പ്രത്യേകം ക്ഷണിക്കാനും ഒക്കെ ഒരു അവസരം തന്നത് ഈ മണ്ണാണ്. ഇതിനൊരു നിമിത്തമായത് ആക്സിഡന്റുമാണ് അല്ലേ? അതെ, ഇതിന്റെ നിമിത്തം ഈ അക്ഷരാർത്ഥത്തിൽ ഒരു ആക്സിഡന്റിലൂടെ ജീവിതം മാറി. അതുകൊണ്ട് നാട്ടുകാർക്ക് ഒരുപാട് ഗുണമുണ്ടായി. നമ്മളിപ്പോ ഇത്ര അധികം ചെടികൾ അവർക്ക് ഔഷധ ചെടികൾ ചിലത് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അവർ ഇന്നതുണ്ടോ എന്ന് ചോദിച്ച് നോക്കുമ്പോഴാണ് പറയുന്നത്. ഞങ്ങൾ പറയും നിങ്ങൾ നോക്ക് ഇവിടെ ഉണ്ടോയെന്ന്. എന്നിട്ട് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ കിളിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഞാൻ ഈ എന്താ തൊഴിലുറപ്പുകാരെ തൊഴിലുറപ്പ് നിരത്താൻ സമ്മതിക്കാറില്ല, മണ്ണിലോട്ട് കയറ്റത്തില്ല. അവരാണിതെല്ലാം അവരുടെ കുറ്റമല്ല, അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം. നമ്മുടെ അയ്യത്ത് ഒരു ചെറുകൂളയ്ക്ക് പോലും എത്ര ദൂരെ ആൾക്കാർ വരുന്നത്. എന്റെ പറമ്പിലേക്ക് പോകുന്നത് വലിയൊരു വഴിയുണ്ട്. അപ്പൊ അവരിടയ്ക്ക് വല്ലപ്പോഴും അവർക്ക് ആപ്പാടെ കിട്ടുന്ന ഒരു പണിയാണ് പഞ്ചായത്തിനോട് വൃത്തിയാക്കുക. അവർ വൃത്തിയാക്കാന്നുള്ളതുകൊണ്ട് ചെയ്യുന്നതനുസരിച്ച് അവർ 2 സൈഡിലുള്ള മുഴുവൻ സാധനങ്ങളും എടുത്ത് മാറ്റും. ഇവിടെ ഉണ്ടാണ് ഈ തോട്, ഈ തോടിന്റെ അപ്പുറം എന്റെ വസ്തു തന്നെയാണ് തറയൊക്കെ. നേരത്തെ ഇവിടെ ഇത്ര പക്ഷിയൊക്കെ ഉണ്ടായിരുന്നോ? നേരത്തെയും പക്ഷി ഇല്ലെന്ന് പറയാനൊക്കെ അതെ. ഇപ്പോഴീ മരങ്ങൾ ഇത്രയായില്ലേ, മറ്റേ ഞാൻ പറഞ്ഞ സൈഡിലല്ലേ ഉള്ളൂ മരങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ കൂട് കെട്ടി ഒക്കെയാണ് ഉണ്ടായിരുന്നില്ലെന്ന് പറയാനൊക്കത്തില്ല. പോരാങ്കിൽ കൊയ്ത്തുമൊക്കെ ഉള്ളപ്പോൾ തത്ത മൈന ഇതൊക്കെ ഇഷ്ടം പോലെ വരുമല്ലോ. കണ്ടത്തിൽ തന്നെ തത്ത വന്ന എള്ളിൻ്റെതും ഇതിൻ്റെ നെല്ലിൻ്റെതും ഒക്കെ കതിര് മുറിഞ്ഞ് ഒക്കെ വരുമല്ലോ. പിന്നെ ഇപ്പം മയിൽ വരും, കുരങ്ങ് വരും. എത്ര കാലം വരെ ഇതിനകത്തൂടെ നടക്കുമായിരുന്നു? ഇപ്പോഴങ്ങ് അത്ര പോയിട്ടില്ല, എന്നാലും ഒരു വർഷത്തിന് മുമ്പൊക്കെ. പിന്നെ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടോട്ടൊക്കെ പോകുവാണെങ്കിൽ ഈ 2 കാര്യം ചോദിക്കാമല്ലോ. ഒന്നെന്നു വെച്ചാൽ ഈ എല്ലാവർക്കും ഈ മരം വെക്കുന്നവർക്കെല്ലാം പേടി. മരം വെക്കാതിരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാരണം ഞങ്ങൾക്ക് ഈ പാമ്പൊക്കെ വീട്ടിലോട്ട് വന്നാൽ എന്ത് ചെയ്യുന്നുള്ള. അത് മരത്തിൻ്റെ കീഴിൽ അങ്ങനെ പാമ്പ് വരും. അത് നമ്മൾ ഇപ്പം തന്നെ പടിഞ്ഞാട്ട് പോയാൽ കാണാം. ഞാൻ ഇതിൻ്റെ അടിയെല്ലാം തെളിച്ചിട്ടിരിക്കും. കൂതി തെളിച്ച് നമ്മൾ ഈ കാടായെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആണ്ടും കാലവും വൃത്തിയാക്കണം. ആണ്ടും കാലം 1-2 പ്രാവശ്യം വൃത്തിയാക്കണം. ഇവിടെ ഒരു സ്ഥിരം ജോലിക്കാരനുണ്ട്, ഇന്നും ഉണ്ട്. ഇന്ന് അയാൾ തെങ്ങിന് ഇച്ചിരി വളവിടുന്നു. പിന്നെ അടിക്കാട് അങ്ങോട്ട് പോകുമ്പോൾ അറിയാം, അടിക്കാട് തെളിച്ചിട്ടേക്കുക. നമ്മൾ ഈ കാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ അങ്ങോട്ട് നോക്കാതിരുന്നാൽ പക്ഷികൾ കൊണ്ടിടുന്നതും മൃഗങ്ങൾ തോന്നുന്നതും എല്ലാം കിളിച്ചങ്ങ് വളർന്ന് ഏതാണ്ട് ഒരു വൻ കാടാവും. ഇത് നമ്മൾ വീടല്ലേ, നമുക്ക് സുരക്ഷ വേണം. അപ്പോൾ അടിക്കാൾ അങ്ങോട്ട് നടക്കുമ്പോൾ അതറിയാം, അടിക്കാൾ തെളിച്ചിട്ടേക്കുവാണ്. പേടിക്കാനൊന്നും പശുവുള്ളതുകൊണ്ട് പോച്ചയും പറിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഉള്ളത് ഈ മരം താഴെ വീഴുമോ എന്നുള്ള പേടിയാണ് ആളുകൾ. മരം അത് ചിലതൊക്കെ ഒടിഞ്ഞൊക്കെ വീഴും, ഇല്ലെന്ന് പറയാനൊക്കെ. അത്ര വലിയ കാറ്റുമൊക്കെ വരുമ്പോൾ ചിലതിൻ്റെ കമ്പൊക്കെ ഒടിഞ്ഞു വീഴും. പക്ഷേ ഇതുവരെ വീടിന് നാശമായിട്ടൊന്നും ഒന്നും വന്നിട്ടില്ല. അമ്മയെ നമ്മൾ പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ അമ്മയുടെ മകൾ തങ്കോണി ടീച്ചർ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അധ്യാപികയായിരുന്നു. എൻവയോൺമെന്റ് സയൻസ് ആയിരുന്നു വിഷയം. അപ്പോൾ നമുക്ക് ടീച്ചറിനെ കൂടെ പരിചയപ്പെടാം. ടീച്ചറെ ഒന്ന് ടീച്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ട് ഇപ്പം അമ്മ പറഞ്ഞില്ലേ, ഇവിടുത്തെ ആ ഒരു കാർഷിക രീതി അച്ഛൻ്റെ വീട്ടിലും അത് തന്നെയാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിലെ ഇതെല്ലാം കണ്ട് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. അപ്പോൾ എനിക്കൊന്ന് അമ്മ പറഞ്ഞില്ല, അമ്മയും അമ്മൂമ്മയും കൂടാണ് നെൽകൃഷിയുടെ മേൽനോട്ടം മുഴുവൻ നടത്തിയിരുന്നത്. അമ്മമാരൊക്കെ ദൂരെയുള്ള സ്ഥലത്ത്, പുഞ്ചയുടെ അവിടെ, കണ്ടപ്പുറത്ത് എന്നൊക്കെ പറയും ദൂരെയുള്ള അവിടെയൊക്കെ പോകും. പക്ഷേ ഇവിടെ ചുറ്റുപാടും ഉള്ളത് വിരിപ്പിൻ്റെ കൃഷി, എള്ളിൻ്റേതും നെല്ലിൻ്റേതും എല്ലാം അമ്മയും അമ്മൂമ്മയും കൂടെ നോക്കി നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കളത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ അമ്മയെ വിളിക്കാൻ, അല്ലെങ്കിൽ ചോറൊക്കെ ചായ കൊണ്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അമ്മക്ക് ഉണ്ണാൻ വരാൻ പറയാനൊക്കെ പറഞ്ഞ് ഈ വയലിലൊക്കെ നമ്മൾ ഓടിപ്പോന്ന് ചെറുപ്പത്തിൽ. അതൊരു അത്ര ദൂരമായിട്ടൊന്നും തോന്നത്തില്ല, പടിഞ്ഞാറും കിഴക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഇതെല്ലാം കണ്ട്, കൃഷി രീതി ഇതൊക്കെ കണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സിവിൽ എഞ്ചിനീയറിങ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെയാണ് പഠിച്ചത്. സിവിൽ എഞ്ചിനീയറിംഗിൽ കഴിഞ്ഞിട്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പഠിക്കുന്നുണ്ട്. അന്ന് BSc എഞ്ചിനീയറിങ്. അപ്പോൾ ഈ വാട്ടർ കൺസർവേഷൻ അന്നൊന്നും അത്ര വന്നിട്ടില്ലെങ്കിൽ പോലും പല കാര്യങ്ങളും പഠിക്കുമ്പം ഇത് നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമായിരുന്നത് എൻ്റെ ചെറുപ്പത്തിൽ. പക്ഷേ എല്ലാം മാറി തുടങ്ങി എന്നുള്ളത്. MTech എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് മുന്നേ തന്നെ ഞാൻ അന്ന് BTech ഫസ്റ്റ് ക്ലാസ് മതി ജോലി കിട്ടാൻ. ഞാൻ പാസ്സായി ഉടനെ തന്നെ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട്, അപ്പം ഞങ്ങളുടെ ഫൈനൽ ഇയറിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പം
തിരുവനന്തപുരത്ത് പേപ്പാറ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നൊക്കെ ഓർമ്മയുണ്ടായിരിക്കും അന്ന് ഇല്ല, വെള്ളം. ഞാന് ആ അതെ, യു ആർ ഓൾസോ വെരി കുറച്ച് അപ്പോൾ പറഞ്ഞ അപ്പോൾ ആ വെള്ളത്തിൻ്റെ വാട്ടർ ഷോർട്ടേജ് നല്ലവണ്ണം അറിയാൻ പറ്റിയതാണ്. ഞങ്ങൾ അന്ന് ഈ പറഞ്ഞ പോലെ ബക്കറ്റും എടുത്തുകൊണ്ട് നടക്കും കോളേജ് ഹോസ്റ്റലിൽ നിന്ന്. ഏതെങ്കിലും വീട്ടിൽ കിണറുണ്ടോ എന്ന് നോക്കിയാണ് പോകുന്നത്. അത് കഴിഞ്ഞിപ്പം ഈ പറഞ്ഞ പോലെ പൈപ്പ് എല്ലായിടത്തും ഒക്കെ വന്നു, കിണർ കൊതുക് വരുത്തുന്നതാണെന്നും പറഞ്ഞ് ഗവൺമെൻറ് തന്നെ കിണറൊക്കെ മൂടണം അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ വാട്ടറിൻ്റെ പ്രോബ്ലം പാലക്കാട്ട് ചെന്നപ്പോഴാണ് ശരിക്കും അത് മനസ്സിലാക്കുന്നത്, വാട്ടർ ഷോർട്ടേജിൻ്റെ. അപ്പോൾ അതൊക്കെ ആയിരിക്കും ആദ്യം ഞാൻ വാട്ടർ കൺസർവേഷൻ എന്നുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഞാൻ തിരിച്ചൊരു 6 വർഷം കഴിഞ്ഞ് 86 ഞങ്ങളുടെ കോളേജിൽ തന്നെ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തന്നെ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ 6 വർഷത്തെ പാലക്കാട്ടെ ആ ഒരു ഇത് നമുക്കറിയാമല്ലോ, പാലക്കാട്ടെ കാലാവസ്ഥയുടെ ഇത് കുറച്ചുകൂടെ ഒരു പിന്നെ കാലാവസ്ഥ. എംടെക് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ഞാൻ അവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നീട് എടുത്താൽ മതിയായിരുന്നു എംടെക്. ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ തന്നെ ഇതൊക്കെ വേണ്ടത്. അപ്പോൾ അന്ന് അതിന് മുന്നേ തന്നെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലോട്ട് താല്പര്യമുണ്ട്. അപ്പോൾ എംടെക് എടുത്തതും അതിലോട്ടാണ്. അപ്പോൾ ഈ വാട്ടർ കൺസർവേഷൻ തുടങ്ങി കോളേജിൽ തന്നെ പല ആക്ടിവിറ്റിയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഉള്ള ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തു നിന്നുള്ള വെള്ളം അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് ഞങ്ങൾക്ക് മലയാള മനോരമയുടെ പലതുള്ളി അവാർഡ് വാട്ടർ കൺസർവേഷന് അത് കിട്ടി. അതിന് മുന്നേ തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് അവാർഡ് നാഷണൽ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഇവിടുന്ന് അപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞ പോലെ കാർ ആക്സിഡൻറ്റ് ഞാൻ പാലക്കാട്ടായിരിക്കുമ്പോഴാണ് പതുക്കെ 2 വർഷമല്ല 3 വർഷത്തോളം നടക്കാതിരുന്നു. അപ്പോൾ പതുക്കെ നടക്കാൻ തുടങ്ങി, ഓരോന്നൊക്കെ നട്ടുപിടിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അച്ഛനും എല്ലാവരും ഓരോന്ന് അമ്മയുടെ കൊണ്ട് കൊടുക്കും. ഒരു പറഞ്ഞ പോലെ ഓരോന്നോരോ നമ്മ നട്ടുപിടിപ്പിച്ചു. കോളേജിൽ ചെന്ന് അതും കോളേജിൻ്റെ ആദ്യത്തെ ഇതറിയാം ഒരു മുട്ടക്കുന്ന. അപ്പം ഞങ്ങളുടെ സെക്കൻഡ് ഇയറിലാണ് അവിടെ ഗ്രീനിങ്ങിൻ്റെ ക്യാമ്പസ് തുടങ്ങിയത്. ഞാൻ തിരിച്ച് ചെന്നപ്പോഴത്തേക്കും കുറേയൊക്കെ പോയി. അപ്പോൾ എനിക്ക് ഇരിക്കാൻ കിട്ടിയ ഞങ്ങളുടെ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു 4 കെട്ടിൻ്റെ അങ്കണം പോലുള്ള ഒരു ലോക്കോസ് ബിൽഡിംഗ് അവിടെ ഞങ്ങളുടെ രഘുവീരൻ സാർ പണിതതാണ്. അപ്പോൾ ആ നടുമുറ്റത്ത് എനിക്ക് ഇവിടുത്തെ ഓർമ്മ, ഇവിടുന്ന് തുളസിത്തൈ കൊണ്ട് ആദ്യം ശരിക്കും പറഞ്ഞ ഒരു തുളസിത്തൈ വെച്ചൊരു തുളസിത്തറ പോലെ ഉണ്ടാക്കി. ഞങ്ങൾ കുറേ പേര് ടീച്ചേഴ്സ് അവിടെ ഇരിക്കുന്നവരുണ്ട്. പിന്നെ അമ്മ ഈ പറഞ്ഞ പോലെ പാരിജാതം, പവിഴമല്ലി, ഗന്ധരാജം ഇതൊക്കെ ഓരോന്നും കവറിലാക്കി ഇവിടുന്ന് തന്നയക്കും, അവിടെ കൊണ്ടുവന്ന് നടും. അങ്ങനെ പതുക്കെ അത് നിറഞ്ഞു. പിന്നെ ബാക്കിയുള്ളിടത്തോട്ടുമൊക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ വട്ടാണോ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് കോളേജ്, എന്തിനാണ് അമ്മയോടെയും ചോദിച്ചതാ എന്തിനാ ഇവിടെ ഇങ്ങനെയൊക്കെ നടുന്നതെന്നൊക്കെ. പക്ഷെ നമുക്കെന്തോ ഈ പറഞ്ഞ പോലെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമായിരിക്കാം. ഈ വാട്ടർ കൺസർവേഷനും കൂടെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ മരങ്ങളൊക്കെ ഒത്തിരി വെച്ച് അതെല്ലാം കിളിക്കാൻ തുടങ്ങി, കിളികൾ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ കോളേജിലെ മരങ്ങളെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ബുക്ക് ഇറക്കി, പിന്നെ ട്രീസ് ഓഫ് ക്യാമ്പസ്. അത് നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞൊരു സംഘടന തിരുവനന്തപുരത്തുള്ള കേരളത്തിൽ അവരുടെ കോട്ടയാണ് അതിൻ്റെ ഒരു ബേസ്. അല്ല, ഇത് കരുണാകര സാറൊക്കെ പണ്ടേ തുടങ്ങിയതാണ്. ഓ ശരി. അവരൊരു 3-4 പേരായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ ഒരിക്കൽ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ വാല്യുവേഷന് പോയപ്പം യൂണിവേഴ്സിറ്റി കോളേജിലെ കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇങ്ങനെ ഞങ്ങളുടെ കോളേജിലെ മരങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നെ അതിൻ്റെ പ്രകാശനം നടത്തുകയാണ്. അപ്പം ഞാൻ പോയി. അപ്പോൾ അവരെ കണ്ട് അപ്പം ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ കുറേ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് വരാമോ എന്ന് ചോദിച്ചു. കൃഷ്ണൻ നായർ സാർ IFS ഒക്കെ ആയിരുന്നേ സാറും പിന്നൊരു വേലായുധൻ സാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ വന്ന് ഞങ്ങൾ കുറച്ച് പേരുമായിട്ട് ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീസ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് അവർ ഓരോ വർഷവും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിറക്കും. അത് കഴിഞ്ഞ് ഈ മരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ കണ്ടില്ലേ കിളികളൊക്കെ ഒത്തിരി വരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ കിളികൾ വരും. തണൽ സംഘടനയിലെ അവർ ചിലരവിടെ വന്നിങ്ങനെ അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇഷ്ടംപോലെ കിളികൾ ഇവിടെ ഉണ്ടല്ലോ, ബേഡ്സിനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഫെതേർഡ് ഫ്രണ്ട്സ് ഓഫ് അവർ ക്യാമ്പസ് എന്നും പറഞ്ഞു. ഞാൻ ക്ലബിൻ്റെ സ്റ്റാഫ് മെമ്പർ ഇൻചാർജായിട്ട്. അപ്പോൾ അതും പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ ബട്ടർഫ്ലൈസ് ഫ്ലൈയിങ് ജുവൽസ് ഓഫ് അവർ ക്യാമ്പസ് എന്നും പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ മുന്നേ തന്നെ 2002 ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ഞങ്ങളുടെ കോളേജിന് അമ്മയ്ക്ക് കിട്ടിയേക്കുന്നത് 2003 പക്ഷേ ഇത് രണ്ടും കൂടെ തരുന്നത് 2005 ഡൽഹി വെച്ചിട്ട്. 2 പേർ കൂടെ ഒരുമിച്ച് ഒരേ സ്റ്റേജിൽ നിന്ന് അവർക്ക് തന്നെ ഒരു വലിയ ഒരു ഇതായിരുന്നു. അമ്മയും മോളും നാഷണൽ അവാർഡ് ഒരേ സ്റ്റേജിൽ, ഒരാൾ ഇതിനു വേണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് കോളേജിന് ഞാൻ പറഞ്ഞില്ലേ മലയാള മനോരമ പലതുള്ളി അവാർഡ്, ഈ മറ്റേ അവാർഡ് 1 ലാഖ്, ഈ പലതുള്ളി അവാർഡ് 1 ലാഖ്, പിന്നെ വനമിത്ര 1 ലാഖ്, പിന്നെ അല്ലാതെ കുറേ ഗാന്ധി ദർശൻ വിഷമിത്ര അവാർഡ്, പിന്നെ ഈ ഫ്രണ്ട്സ് ഓഫ് ട്രീസിൻ്റെ തന്നെ ചില അവാർഡുകൾ അല്ലാതൊക്കെ കുറേയൊക്കെ അങ്ങനെ കോളേജിന് കുറേ കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡൊക്കെ വന്നപ്പോഴാണ് അവിടെ ഇതിനെന്തോ വിലയുണ്ട് എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാൻ തുടങ്ങി. അമ്മയ്ക്കും പിന്നെ പറഞ്ഞ പോലെ ഒത്തിരി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ആ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പഠിച്ച്, അപ്പോൾ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ റിട്ടയർ ചെയ്യുമ്പോൾ അവിടെ ആ ഡിവിഷൻ്റെ ഹെഡായിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് അങ്ങനെ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ നമ്മളുടെ ആ ഒരു ഐഡിയാസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി എന്നുള്ളതും കൂടി ഒരു ഭാഗ്യമുണ്ട്. പിന്നെ ഇതൊക്കെ പഠിക്കുമ്പം കിട്ടിയത് ഇവിടെ കൊണ്ടുവന്ന് അമ്മയോട് ഓരോന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണല്ലോ, നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളാണല്ലോ. ഈവൻ ഒരു തൈ കൊണ്ടുവന്നാൽ തന്നെ പറയുമോ ഇതിവിടെ ഉണ്ടായിരുന്നതാണ്.
അപ്പോൾ അങ്ങനെ അങ്ങോട്ടുള്ള ഒരു ഇൻട്രാക്ഷന് അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയതും എൻ്റെ ആ ഒരു കുറച്ച് പഠിച്ചേക്കുന്നത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം പരിസ്ഥിതിയെന്നോ വാട്ടർ കൺസർവേഷനോ ഒന്നുമല്ല. അപ്പോഴത്തേക്ക് ഗ്ലോബൽ വാർമിംഗ് ആയി. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കഴിഞ്ഞിട്ട് ക്ലൈമറ്റ് ചേഞ്ചിലെത്തി നിൽക്കുന്നു. അങ്ങനെ ഇതായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു മരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം ഞാൻ പറയും, ഒരു മരത്തിൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രകൃതിയെ ആരാധിച്ചു, ഓരോ സസ്യത്തിനെയും ആരാധിച്ചു എന്ന് പറയുന്ന പോലെ മരത്തിനെ ആരാധിക്കേണ്ടത്. ഏതൊക്കെ സർവീസാണ് മരം തരുന്നത്. അമ്മ പറയാൻ മറന്നുപോയി, അമ്മ പറഞ്ഞില്ലേ രാഷ്ട്രപതി വിളിപ്പിച്ചു എന്നൊക്കെ. നാഷണൽ അവാർഡ് 2003 അമ്മയ്ക്ക് ഇന്ദിരാ പ്രിയദർശിനി വിശ്വമിത്ര അവാർഡ്, പിന്നെ 2018 ഇത് നാരീശക്തി. അതിനുമുമ്പ് നമ്മുടെ കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ഹരിത വ്യക്തി അവാർഡ് കിട്ടിയിട്ടുണ്ട്, വനമിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്. പിന്നെ ആലപ്പുഴ ഫോറസ്റ്റിൻ്റെ പ്രകൃതിമിത്ര അവാർഡ്, പിന്നെ അങ്ങനെ കുറേ പിന്നെ സംഘടനകളുടെയൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നാരീശക്തി അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് അതും ഈ പറഞ്ഞ പോലെ വനമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ ഒരു വനം വെച്ച് പിടിപ്പിച്ചു എന്നുള്ളത്. അതിനും അമ്മയുടെ കൂടെ എല്ലാം ഞാനും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് 2020 ജനുവരിയിൽ രാഷ്ട്രപതി അവിടുന്ന് പ്രത്യേകം വിളിപ്പിച്ചു. അപ്പോൾ നമുക്കറിഞ്ഞുകൂടാ, ആ സമയത്ത് അവിടെ ഡൽഹിയിൽ ഭയങ്കര തണുപ്പ്, ഫ്ലൈറ്റ് പോലും മാറ്റി വിടുന്നു. നമുക്കൊരു 1 വീക്ക് പോലും കിട്ടുന്നില്ല. ഒരു ശനിയാഴ്ച അറിയുന്നു, പിറ്റേ വ്യാഴാഴ്ച ചെല്ലണമെന്ന നമ്മുടെ പിന്നെ ഗവൺമെൻറ്റിലെ പ്രോട്ടോകോൾ സെക്ഷൻകാരെല്ലാം അറേഞ്ച് ചെയ്തോളും. പക്ഷേ ഈ തണുപ്പിൻ്റെ വെച്ചിട്ട് അമ്മയ്ക്ക് നാരീശക്തി അവാർഡിന് പോയപ്പോൾ തന്നെ ചെറിയൊരു ഇത് വയ്യാതെ വന്നിട്ട് പിന്നെ അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പും ഒക്കെ ഒന്ന് കൊടുത്തിട്ടൊക്കെ വന്നിട്ടാണ് വന്ന് അവാർഡ് മേടിച്ചത്. ആ ഫോട്ടോ കണ്ടാൽ അറിയാം, കയ്യിൽ ആ ഡ്രിപ്പ് ഇട്ടതിൻ്റെ ഇതൊക്കെ ഉണ്ട്. തണുപ്പ് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട്, നമ്മൾ സ്വെറ്റർ എടുത്തില്ല, കാരണം അത്ര ഫീൽ ചെയ്തില്ല. പക്ഷേ കൊണ്ടുപോയിരുന്നു, ഫംഗ്ഷന് പോകാൻ എടുത്തില്ല. അപ്പം നമുക്കത് അത്രയും തണുപ്പ് വരിക. പിന്നെ അവിടുന്ന് ഒരു മലയാളി അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ടീമിലുണ്ടായിരുന്നേ വേറെ ഒരാളുടെ ഈ ആംബുലൻസ് കൊണ്ടുപോയി. അതൊക്കെ ഒരു വല്ലാത്തൊരു സ്റ്റോറിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നിങ്ങൾ വരുമോ എന്ന് പിന്നെയും വിളിച്ചു ചോദിച്ചപ്പോൾ ഇവിടെയും ഇതുപോലെ പറഞ്ഞു, രാഷ്ട്രപതി നേരിട്ട് വിളിക്കുന്നതല്ലേ, നിങ്ങൾ പോകാതിരുന്നാൽ എങ്ങനെ, എന്തായാലും പോകാമെന്ന് വെച്ച് പോയി. ആ 2 ദിവസം നമുക്കവിടെ ചെല്ലണ്ടേ, ടെമ്പറേച്ചർ ഇച്ചിരി ബെറ്ററായിട്ട് നിന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ അമ്മ അത് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നെ തന്നെ എന്തായാലും ട്രാൻസ്ലേറ്ററായിട്ട് വിളിപ്പിച്ചു, മകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അമ്മ ഇവിടെ വരുന്നവരോട് കുറേ കാലമായിട്ട് പറയുന്ന ഒരു കാര്യം, എന്തിനാണ് ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, ഇത് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം. അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. അപ്പം എനിക്ക് ശ്വസിക്കാൻ എന്തുമാത്രം വേണം, അതൊക്കെ ഇപ്പം നെറ്റി നോക്കിയാൽ ഏതൊക്കെ മരം എത്ര കൈയടിച്ചു. അതാണ് പിന്നെ ഇത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടാൻ വേണ്ട അത്രയും പച്ചപ്പ്, മരമെന്ന് പറയുന്നില്ല, പച്ചിലയാണല്ലോ ഓക്സിജൻ തരുന്നത്. ചെടിയോ പിന്നെ എന്തെങ്കിലും സസ്യമോ എന്തെങ്കിലും പുല്ല് പോലും ആണെങ്കിലും നിങ്ങൾക്ക് അത്രയും നട്ടുപിടിപ്പിക്കാമല്ലോ. അതേപോലെ തന്നെ ആഹാരം, അന്നജം ആദ്യം ഉണ്ടാക്കുന്ന ഒരു പച്ചിലയാണ്. നിങ്ങളുടെ ആഹാര രീതി ഈ പറഞ്ഞ പോലെ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിൻ്റ് എന്നൊക്കെയുള്ള ടൈമുണ്ട്. അതനുസരിച്ച് എത്ര വേണം ഇത് കൺവേർട്ട് ചെയ്ത് ഹയർ ലെവലിലോട്ട് നമ്മുടെ ആ ഫുഡ് ചെയിൻ്റെ അല്ലെങ്കിൽ ഫുഡ് പിരമിഡിൻ്റെ ഏത് ലെവലിൽ നിന്നാണ് നിങ്ങൾ ആഹാരം എടുക്കുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ പച്ചപ്പിൻ്റെ അല്ലെങ്കിൽ പച്ചല പ്രിപ്പയർ ചെയ്യുന്ന അന്നജത്തിൻ്റെ ആവശ്യം കൂടിക്കൂടി വരും. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്കറിയാം കൂടുതൽ വേണം, വെജിറ്റേറിയൻസിന് കുറച്ച് മതി എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ആഹാരത്തിന് ആവശ്യമായ അത്രയും പച്ചപ്പ് നിങ്ങൾ നട്ടുപിടിക്കുക. ഓരോരുത്തരും അങ്ങനെ വിചാരിച്ചാൽ നമുക്കിവിടെ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വരുന്നത് മരത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പച്ചപ്പിൻ്റെ അഭാവം കൊണ്ടല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കരുതോ എന്ന് ഇവിടെ വരുന്നവരോട്, കൊച്ചുകുട്ടികളോടാണ് എപ്പോഴും പറയുന്നത്. അത് രാഷ്ട്രപതിയുടെ അവിടെ അമ്മ ഇങ്ങനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ അങ്ങ് കൈയടിച്ചു. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇത് ജനുവരി 3 2020 ജനുവരി 3 പിന്നെ ജനുവരി 25 അദ്ദേഹം 26 മറ്റേ റിപ്പബ്ലിക് ഡേക്ക് രാഷ്ട്രത്തോട് ചെയ്യുന്ന പ്രക്ഷേപണത്തിൽ 4 പേരുടെ പേര് ഓൾ ഇന്ത്യ ലെവലിൽ എടുത്ത് പറഞ്ഞതിൽ ഒന്ന് അമ്മയുടെ പേരായിരുന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരി 12 ഉപരാഷ്ട്രപതിയുടെ അവിടെ വെച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ ഡോക്യുമെൻ്റ് ചെയ്തതിൽ പണ്ഡിറ്റ് ദീനദയാൽ ശർമ്മ ഫൗണ്ടേഷൻ്റെ ഒരിത് വെച്ചിട്ടാണ് കേരളത്തിൽ നിന്നുള്ളത് അമ്മയെ മാത്രമാണ് വിളിച്ചത്. അതും ഇതുപോലെ പോകണമെന്ന് വെച്ച് അവിടെ പോയി. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, വനം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. തിരിച്ചിവിടെ വന്നിട്ട് ഞങ്ങൾ മാർച്ച് 2 പിന്നെ കോഴിക്കോട്ട്, അതൊരു ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടെ ഒരു, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ട്രെയിനിൽ കയറിയിട്ട് വർഷങ്ങളായി, കാല് വയ്യാത്തതല്ലേ, അപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാനും ഒരു വികലാംഗയല്ലേ, എങ്ങനെയും നമുക്ക് പോകാം. ആ കുഞ്ഞുങ്ങളുടെ ഈ പറഞ്ഞ പോലെ അത് കണ്ടു കഴിഞ്ഞാൽ അവരെ കൊണ്ടൊരു മരം നടിക്കുക. മരങ്ങൾ നടിക്കുക എന്ന് വെച്ചാൽ ഒരു പുഴയുടെ പേര് ഞാൻ മറന്നുപോയി, കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടി തെങ്ങുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അവിടെ പഞ്ചായത്ത് അവർ പറഞ്ഞ പോലെ ആ കുഞ്ഞുങ്ങളെ അവർ നോക്കുന്നത്, പല സംഘടനകൾ, ഗവൺമെൻറ്റിൻ്റെ ലെവലിലുള്ളവരെല്ലാവരും കൂടി, ഡോക്ടേഴ്സ്, ഞങ്ങളെന്നിട്ട് ആ ദിവസം മുഴുവൻ അവരുടെ കൂടെ ഇരുന്നു ഇതൊക്കെ നട്ട് കഴിഞ്ഞിട്ടേ. അപ്പോൾ അതുങ്ങൾ വീൽ ചെയറിൽ ഇരുന്നിട്ടാണ്
അത് നടുന്നത്, അമ്മ എടുത്തു കൊടുക്കുന്നത്, അത് വളരെ അപ്പോൾ അവർക്ക് പോലും ആ ഒരു ഇതായിട്ട്. അപ്പോൾ അങ്ങനെ അതിനും പോയി കഴിഞ്ഞ് വന്ന് ആ 2020 മാർച്ച് 8-ാം തീയതി വേറൊരു ആദരവുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം ലോക്ക്ഡൗണും ഒക്കെ എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സന്ദേശം ഇപ്പോൾ ഈ കൊറോണയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓക്സിജൻ്റെ ആ ഒരു അവൈലബിലിറ്റി, നമ്മൾ ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ആ ഒരിത് എല്ലാവരും ഇങ്ങനെ. അപ്പം ഞാനിപ്പോൾ പലയിടത്തും ടോക്കിന് പോകുമ്പോഴും അല്ലാതെ ഇപ്പോൾ ഓൺലൈൻ ടോക്കാണെങ്കിലും ഞാൻ പറയാം, അമ്മ ഇത് രണ്ടുപേ പറഞ്ഞുള്ളൂ. നമുക്ക് എൻ്റെ ആ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ കാർബൺ ഫുട് പ്രിൻ്റ് എന്നുള്ള ഒരു ടൈം വരുമ്പോൾ നമ്മൾ എത്രമാത്രം നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ പ്രവൃത്തിയിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആവശ്യത്തിനും എത്രമാത്രം നമ്മൾ ഈ മരങ്ങളെ സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് ആലോചിക്കാം. അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ലക്ഷറിയിലോട്ട് പോകരുത് നമ്മൾ പറയത്തില്ല. യു ക്യാൻ എൻജോയ് യുവർ ലക്ഷറി, പക്ഷേ ആ ഒരു ഗിൽറ്റി കോൺഷ്യൻസ് വരരുത്. നിങ്ങൾ അതിന് പകരം ഭൂമിക്ക് തിരിച്ചു കൊടുക്കുക. വേണ്ടത് മാത്രം, ഗാന്ധിജിയുടെ പ്രിൻസിപ്പിളാണ് എപ്പോഴും അവസാനം എത്തുന്നത്. നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക, നമ്മൾ എടുക്കുന്നതെല്ലാം ഭൂമിദേവിക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെനിക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഞാൻ ഈ വാട്ടർ കൺസർവേഷൻ, വിർച്വൽ വാട്ടർ, കാർബൺ ഫുട് പ്രിൻ്റ്, കാർബൺ ക്രെഡിറ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ മരത്തിൻ്റെ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതൽ ടെമ്പറേച്ചർ കൂട്ടുന്നത്, ഗ്ലോബൽ വാർമിങ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, ഹരിതഗ്രഹവാതകങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പം മരം ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറത്ത് വിടുന്നു. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമേ പലർക്കും അറിയത്തുള്ളൂ. പക്ഷേ അതല്ല, നമ്മളൊരു മരത്തിൻ്റെ തടി എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50% ഓഫ് ദ ഡ്രൈ വെയ്റ്റ് കാർബൺ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ കാർബൺ സ്റ്റോർ ചെയ്ത് അതിലിരിക്കുന്ന അത്രയും കാലം അത്രയും കാർബൺ അന്തരീക്ഷത്തിൽ വന്ന് അത് കുഴപ്പമുണ്ടാക്കുന്നില്ല. അപ്പം നിങ്ങൾ എത്രമാത്രം നട്ടുപിടിക്കും. നമ്മളിപ്പോൾ കാർബൺ ന്യൂട്രൽ സമ്പദ്ഘടന അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ, ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങളുടെ എക്സ്റ്റൻഡ് ഫാമിലി, ഞങ്ങളെല്ലാവരും അമ്മയുടെ 4 തലമുറ വരെയായി, ഇവർക്കെല്ലാം വേണ്ട അവരുടെ കാർബൺ ഫുട് പ്രിൻ്റ് അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള അത്രയും സസ്യസമ്പത്ത് ഈ മരങ്ങളും തടികളും ഇതെല്ലാം കൂടെ തരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും നമ്മുടെ കാർബൺ എമിഷൻ, പേഴ്സണൽ എമിഷൻസ് എത്ര, അത് സ്റ്റോർ ചെയ്യാനുള്ള തടി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാറുള്ളത്, അത് ചില എക്സ്ട്രീം പരിസ്ഥിതി സംഘടനകൾ പറയും മാഡം അത് പറയരുതെന്ന്. മരം വെട്ടരുതെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ പല കാര്യത്തിനും മരം ഉപയോഗിക്കുന്നുണ്ട്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് നമ്മളെല്ലാം വളരുന്നത്, അല്ല പറ്റത്തില്ല. അതേപോലെ ഭൂമിദേവിയെ ഏത് കാര്യത്തിനും അങ്ങനെ അങ്ങോട്ട് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല എന്നുള്ളത്. പണ്ട് കാലത്ത് ഇപ്പോൾ ഇവിടെ തന്നെ 8 കെട്ടായിരുന്നു. അപ്പോൾ തടിയാണ്, ഈ ഭിത്തി പോലും തടി കൊണ്ടുള്ളതാണ്. അന്നൊന്നും ഈ മരം വെട്ടുന്നു എന്നൊന്നും ആരും ഒന്നും പറയത്തില്ല. അപ്പം നമ്മൾ നട്ടിപ്പോൾ ഇവിടെ തന്നെ എൻ്റെ ബ്രദറിന് വീട് വെക്കാൻ നേരത്തെ തേക്ക് ഇവിടുന്ന് വെട്ടിയിട്ടുണ്ട്. അവന് തന്നെ ഓർമ്മയുള്ള സമയത്ത് നട്ടതാണ്. ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഇവിടെ നട്ടേക്കുന്ന മരങ്ങളുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിലൊന്ന് നിങ്ങൾ നട്ടുകൊണ്ടേയിരിക്കുക. ഈ തടി വെട്ടിയിട്ട് നമ്മൾ തീയരിക്കുന്നില്ല, അല്ലെ അത് ഡീക്കേ ചെയ്യുന്നില്ല. തീയരിക്കുമ്പോഴോ ഡീക്കേ ചെയ്യുമ്പോഴേ ഈ സ്റ്റോർ ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരുന്നുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന് പകരം ഒരു തടിക്കസേരയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ സ്റ്റോറിങ് ദ കാർബൺ. അത്രയും കാർബണെ നമ്മൾ മാറ്റി നിർത്തുക. ഇപ്പോൾ തന്നെ ഇവിടെ കൂടുതൽ നടാൻ നമുക്കിപ്പോൾ സ്ഥലമില്ലാത്ത വിധത്തിലായിട്ടുണ്ട്. 1-2 എണ്ണം വെട്ടി അതിനെ എന്തെങ്കിലും ഫർണിച്ചറാക്കി ഞങ്ങൾ ഉപയോഗിച്ചാൽ അതിലും ആ കാർബൺ സ്റ്റോർ ചെയ്തേക്കുന്നു, അതിൽ നമ്മൾ അടുത്തതിനെ നട്ടുപിടിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റം. വേറൊന്ന്, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. പ്രൈവറ്റ് ഇതായിട്ട് നമുക്കുള്ള നമ്മുടെ പണ്ടത്തെ കാർഷിക വനവൽക്കരണം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ അതായിരുന്നു കൃഷിയിൽ തന്നെ അങ്ങനെയുള്ള. അപ്പോൾ ആ വിധത്തിൽ അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ഗവൺമെൻറ്റും കൂടെ എൻകറേജ് ചെയ്ത് കൂടെ ജനങ്ങളെ കൊണ്ടുപോകണം. അല്ലാതെ വെട്ടരുത് എന്നുള്ള ആ ഒരു എൻ്റർ ഇതായിട്ട് പോയി കഴിഞ്ഞാൽ, എന്നോട് ഒരാൾ പറഞ്ഞു മരം വെട്ടരുതെന്ന് നിയമം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ഒരു കൊളീഗ് തന്നെ പറഞ്ഞേ, അപ്പം മരം നടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, കാരണം അങ്ങനെ ഉള്ളതിനും പൂനെയിലാണ്. അല്ല, അത് ടീച്ചർ പറഞ്ഞ വളരെ ശരിയാണ്. ഇപ്പം നമ്മൾ ചന്ദനം തന്നെ ഉദാഹരണം, ചന്ദനം നമുക്ക് വെട്ടി വിൽക്കാൻ അവകാശമില്ല, വെട്ടി ഗവൺമെൻറ് ലേലത്തിന് കൊടുക്കാം. അതുകൊണ്ട് കേരളത്തിൽ കുഴിച്ചു വെക്കാത്ത ഏകമരം ചന്ദനമാണ്. പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ള സാധനം. വളരെ ഓസ്ട്രേലിയയിലൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ അവർ കൃഷി ചെയ്ത് വിൽക്കുന്നുണ്ട്. നമുക്കിതിപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഒരുപാട് പണ്ട് പോകുമ്പോഴും പറയുമായിരുന്നു നിങ്ങളിതൊന്ന് ജനകീയവൽക്കരിക്കണം. ആ ഒരു ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഫീൽഡിലോട്ട്. ഒരു 10 കൊല്ലത്തെ കാര്യമുള്ളൂ. ഒരു 10 വർഷം കഴിയുമ്പോൾ ആവശ്യത്തിന് ചന്ദനം ഉണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന ഒരു വെട്ടുന്ന കാര്യം വരില്ല. 3ാം തലമുറ പ്രകൃതി സംരക്ഷണക്കാരല്ലേ അല്ലേ? ബോട്ടണി അല്ലേ പഠിക്കുന്നത്? ബോട്ടണി എടുക്കാൻ കാര്യം എന്താ? ബോട്ടണി താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലൊന്നും അങ്ങനെ ബോട്ടണി ഒന്നും എടുത്ത് പോകുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ. +1 +2 ആയപ്പോഴത്തേക്ക് ടോപ്പിക്കിനോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ബാക്കി സബ്ജക്റ്റിനെക്കാട്ടിലും പെട്ടെന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ്, നമുക്ക് ഒരു എന്തൂസിയാസം ഒക്കെ കാണുമല്ലോ, നമുക്കൊരു കാര്യം പഠിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ തോന്നിയ ഒരേ ഒരു വിഷയം ബോട്ടണിയായിരുന്നു. അപ്പം ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി എനിക്ക് ബോട്ടണി എടുക്കണമെന്ന് പറഞ്ഞപ്പം ബോട്ടണി സാറൊക്കെ പറഞ്ഞു ബോട്ടണി എടുക്കണ്ട, നീ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്ക്,
ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അതൊന്നും പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ. പിന്നെ ശരിക്കും എല്ലാവരും പറയും വീട്ടിൽ ഇനിയും പറഞ്ഞിട്ടാണോ, വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ബോട്ടണി എടുത്തതാണോ, അങ്ങനെ ആരും എന്നോട് ഇവിടെ പറഞ്ഞിട്ടില്ല. അമ്മയൊക്കെ എന്നോട് ചോദിച്ചത് നീ ഉറപ്പിച്ച് ശരിക്കും തീരുമാനിച്ചതാണോ ബോട്ടണി തന്നെയാണെന്ന്, വേറെ സബ്ജക്റ്റ് ഒന്നും വലിയ ഇഷ്ടം, അങ്ങനെ എന്നോട് ചോദിച്ചത്. അപ്പച്ചി അമ്മൂമ്മയൊക്കെ ആണെങ്കിലും പറഞ്ഞിരുന്നത് നിനക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്തോന്ന് വെച്ചാൽ ചെയ്തോന്നാ. അപ്പോൾ എനിക്ക് ബോട്ടണി തന്നെയാണ് ഇഷ്ടമെന്ന് മനസ്സിലായി. പിന്നെ ആ സബ്ജക്റ്റ് പഠിച്ചപ്പം എനിക്ക് മനസ്സിലായി ഒരു പക്ഷേ ഞാൻ ഇവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് എന്തോ എന്നിലിങ്ങനെ ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം എപ്പോഴോ ഉണ്ടായി. ഞാനത് തിരിച്ചറിഞ്ഞത് +2 ഒക്കെ ആയി കഴിഞ്ഞ് ആ ഒരു ഇഷ്ടം കൂടുതൽ മനസ്സിലാക്കി. പിന്നെ പഠിക്കുമ്പോഴാണേലും നമുക്കൊരു കാര്യം നമ്മൾ പഠിച്ചത് വീട്ടിൽ തന്നെ ഉണ്ട്, പെട്ടെന്ന് ഓടിപ്പോയി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നു, നമ്മൾ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഇടുന്നു, അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ എത്ര സ്പീഷീസ് കാണും എസ്റ്റിമേഷൻ? സ്പീഷീസ് ഒന്നും എനിക്കങ്ങനെ എണ്ണം ഒരു എടുത്തിട്ടില്ല അല്ല, ഏകദേശം ഒരു ഊഹം അങ്ങനെ അറിയത്തില്ല. കാരണം ഞാനിപ്പോൾ ബോട്ടണി പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് വന്നിട്ട് പ്ലാന്റ്സിന്റെ സയന്റിഫിക് നെയിം ഒക്കെ ചോദിക്കും. ഞാൻ ആക്ച്വലി ബോട്ടണിയിൽ എന്താ പറയണ്ടത്, ശിശു എന്നും പറയാൻ പോലും ആയിട്ടില്ല. ജസ്റ്റ് ഇല്ല കടൽ തീരത്ത് നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ശിശുവായി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ചെടികൾ ഒരു സ്ഥലത്ത് ഒരു കളക്ഷനിക്ക് വന്ന് വെസ്റ്റേൺ ഗഡ്സിൽ പോലും ഇത്രയും കുറഞ്ഞൊരു ഏരിയയിൽ 5 ഏക്കറിനകത്ത് ഇത്രയധികം ഡൈവേഴ്സിറ്റി വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെ മോൾക്കും ബോട്ടണി തന്നെയാണോ താല്പര്യം, അതോ തീരുമാനമായിട്ടില്ല അല്ലേ? +1 അല്ലേ ആയുള്ളൂ. ചെടി ഇതൊക്കെ നിലനിർത്താനായിട്ട് നിങ്ങളെ പോലെ രണ്ടുപേരുള്ളത് വലിയൊരു കാര്യം. കാരണം ഈ സബ്ജക്റ്റിലൊരു ശരിക്കും താല്പര്യം ഉള്ളതുകൊണ്ട് ഇതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഉള്ളൊരു എന്താണ് ഔപചാരികമായിട്ടുള്ളൊരു പരിശീലനവും വിദ്യാഭ്യാസവും എല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ ഒരു കാര്യമാണ്. അപ്പോൾ കാരണം ചെടിയെക്കുറിച്ച് മനസ്സിലാക്കി അതുപോലെ അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരും വേണമെങ്കിൽ ഇപ്പോൾ ഇത് കാടാണെന്ന് വെട്ടിക്കളഞ്ഞ് തെളിച്ച് സ്ഥലം വേറെ എന്തെങ്കിലും ഉപയോഗിക്കായിരിക്കും ഫലം. ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാല്യൂ അറിയാവുന്നതുകൊണ്ട്, ഇതിൻ്റെ ഒരു മൂല്യം അറിയാവുന്നതുകൊണ്ടും ഇതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ടും ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്നുള്ളതിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പം ഇവിടെ ഈ കൃഷിയൊക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ പോളി ഹൗസിലോട്ട് പോകാതെ ഇത് ഞങ്ങളുടെ ഈ മര മേലാപ്പ് ഇത് ഞങ്ങളുടെ പോളി ഹൗസ് ആണെന്നുള്ള ഇതിലാണ്. അപ്പം കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കാർബൺ ഫുട് പ്രിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാരണം എൻ്റെ ഓരോ പ്രവൃത്തി, എൻ്റെ ആഹാര രീതി, എൻ്റെ ജീവിതശൈലി, ഇതൊക്കെ കാരണം എത്രമാത്രം എമിഷൻസ്, കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല നമ്മൾ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയത്തില്ലേ, കാരണം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്ന വാതകങ്ങൾ ഏതെല്ലാം ഞാൻ കാരണം പുറത്തു പോകുന്നു, ഇതിനെയെല്ലാം കാർബണിൻ്റെ ടേമിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആ കാർബൺ ഫുട് പ്രിൻ്റ് എന്നുള്ള ടേം പറയുന്നത്. കാർബൺ പാദമുദ്ര എന്നൊക്കെ മലയാളത്തിൽ ചിലതിനകത്തൊക്കെ കാണാം. അപ്പോൾ എനിക്കത് കുറയ്ക്കാൻ പറ്റുമോ? അല്ലെ ഞാൻ കൃഷി ചെയ്യുമ്പോഴും ഉണ്ട് ഈ പറഞ്ഞ പോലെ എമിഷൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റുമോ ആവശ്യമില്ലാത്ത വാതകങ്ങളെ? അപ്പോൾ ഈ പോളി ഹൗസിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാർബൺ ഫുട് പ്രിൻ്റ് അല്ലെങ്കിൽ എമിഷൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആഗോള താപനില കൂടിയത് കൊണ്ട് നമുക്ക് പുതിയ രീതിയിലുള്ള കൃഷിയിലേക്ക് പോകണം. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രികൾച്ചർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പോകുന്ന ചില കാര്യങ്ങൾ ഈ കാർബൺ ഫുട് പ്രിൻ്റ് എമിഷൻസ് കൂട്ടുന്നതാണ്. ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഈ കൃഷി കാരണം ഇത് ഞങ്ങളുടെ പോളി ഹൗസ്, ഈ തണൽ, ഇതിൽ നിന്ന് കിട്ടുന്ന വളങ്ങൾ കിട്ടുന്നുണ്ട്. ശരിയാ, സാറ് പറഞ്ഞ പോലെ ഉൽപ്പാദനം കുറവാണ്, പക്ഷേ വീട്ടിലെ ആവശ്യത്തിന് സ്വാദുള്ളത് ഈ പറഞ്ഞ പോലെ ജൈവ കൃഷിയിൽ നിന്ന് കിട്ടുന്നു. ഇപ്പം നടക്കുമ്പോൾ എവിടെ നോക്കിയാലും കാണാം ഒരല്പ സ്ഥലമുള്ളിടത്തെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മക്കൾ, എൻ്റെ അനിയത്തിമാർ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അവരുടെ മക്കൾ താമസിക്കുന്നിടത്തുമുണ്ട്. ഇപ്പോൾ ഇവിടെ കാട് കൂടുതലായിപ്പോയി, അതിൽ സന്തോഷവും ഉണ്ട്. പക്ഷേ കൃഷി അത്രയും പറ്റാത്തത് അവർ അവിടെ കൃഷി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഇതിൻ്റെ ഇടയിൽ തെങ്ങുണ്ട്. ഇപ്പോൾ ഇത് തേങ്ങ കൊടുക്കുന്നുണ്ട്. അത് തേങ്ങ മേടിക്കുന്ന ആൾ പറയാറുണ്ട് ഇവിടുത്തെ തേങ്ങയുടെ ആ ഉൾക്കാമ്പ് വലിപ്പം കുറവാണെങ്കിലും തിരുമുമ്പം നമുക്ക് കൂടുതൽ തേങ്ങ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ജൈവ ഇതിൻ്റെ ആയിരിക്കാം. അപ്പോൾ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഈ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇതൊരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഒന്ന് നമ്മുടെ ഒരു നാട്ടറിവും മറ്റേ നമ്മുടെ ഒരു ഹൈടെക് എഞ്ചിനീയറിംഗ് അറിവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു മിശ്രിതമാണ് ഈ പറമ്പ് കാണുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആളുകൾ കേൾക്കേണ്ടതാണ്. ഒരു 2 മണിക്കൂർ പ്രഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ കിട്ടാത്തത്ര വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നടപ്പിലാക്കാനാണ് ശ്രമിക്കേണ്ടത്.